നെക്സ്റ്റ് പ്ലേസ് ഇവിടെ കയറി. ഇനി ഇവിടെ വലിയൊരു കയറായില്ല. ഇനി ഇങ്ങോട്ടൊരു വഴി കാണിക്കുന്നുണ്ട്. ആ ഒരു സ്ഥലം കിട്ടി മൊത്തേ. ബ്രോ TM-Z4 ആണ്. നോക്കടാ, അറിയാം വന്നു. അടുത്ത് തീരൂല കേട്ടോ. ഈ ഒരൊറ്റ സ്ഥലം പോകണം. ഈ ഒരൊറ്റ ഡെസർട്ടി മാത്രം നമ്മൾ മെയിനായിട്ടുള്ള എല്ലാ സ്ഥലവും പോകുമ്പോൾ തന്നെ എൻ്റെ പോൻ്റെ മാരക ഇതാവണുണ്ടേ. പറയാണ്ടിരിക്കാൻ വേണ്ട സെറ്റ്, സത്യമായിട്ടും പറയാല. എന്തായാലും നോക്കാം. മുത്തേ, ഇനി നമ്മളെ ഫൈൻ അടിക്കണോനെ ഞാൻ പിടിച്ച് കിക്കാക്കും മുത്തേ. സീരിയസ്ലി നോ മോർ വാർണിംഗ് മുത്തേ. സീരിയസ്ലി ബ്രോ. പോയി. എടാ അത് കയറണോ? എടാ അത് കയറാനുള്ള ഉണ്ടാ ഗൈസ്? സീരിയസ്ലി ഒന്ന് നോക്കിയോട്ടെ. എടാ ഒന്ന് ഡ്രോൺ വെച്ച് നോക്കിയോട്ടെ. എടാ അവരാ നിൻ്റെ ഡ്രോണിൻ്റെ മറ്റേ അടുത്തവൻ്റെ പറയണില്ല. നിൻ്റെ ഡ്രോണ് പന്നി പിടിച്ചാൽ വരണം. നീ ഇതെന്ത് നീ നിനക്ക് വരാനെന്നാ വയ്യേ? എടാ ലാഗേ. എടാ നീ എന്ത് ലാഗ ഇങ്ങനെ? നീ എന്തിങ്ങനെ അമ്മൻ്റെ പൊടാ നീ ലാഗ? നിൻ്റെ തൊന്തര പൊടാ നീ. ഒന്നും പറയാനും പറ്റില്ല. ഫാമിലി ഫ്രണ്ട്ലി പാവപ്പെട്ട എൻ്റെ അവസ്ഥ. സീരിയസ്ലി വെച്ച് എടാ പോടാ. ഇതെന്തോ ഇത് ലാഗ്. നിൻ്റെ നീ പോ. നീ രണ്ടടി മാറിയിരിക്കും. നീ അങ്ങോട്ട് പോയിട്ട് മാറ്റാലോട്ട അതിൻ്റെ കാര്യം. വളച്ചെടുക്കട്ട്. സൂയി അയ്യോ വണ്ടി പോയി. എൻ്റെ വണ്ടി പോയി. അയ്യോടാ, ഇതൊരു പണിയാവുമല്ലോ ഇനി. ഇതിപ്പോൾ വണ്ടി തിരിച്ചെടുത്തില്ലെങ്കിൽ എനിക്ക് പിന്നെ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ അവസ്ഥ മാരക അവസ്ഥ കേട്ടാ. അങ്ങനെയൊക്കെ പോകുമെന്ന് വിചാരിയോ അവിടെ. എന്നാൽ ഇവിടെ സേഫാണ്. 4 ഒത്തിരി ഒട്ടയാണല്ലോ ഈ സ്ഥലം. ഇവിടെ എന്തായാലും കുഴിഞ്ഞു പോകില്ല എൻ്റെ വണ്ടി. അങ്ങനെ ഒരു സേഫ് ഉണ്ട്. ഓക്കെ, കുഴിഞ്ഞു പോകില്ല ഭാഗ്യത്തിന്. നമ്മൾ തൊട്ടാൽ ഇവിടെ വരുമല്ല. എവിടെ ഈ സ്ഥലം ഉണ്ടല്ലോ മുത്തേ, ഇതൊരു 1.5 സ്ഥലമാണ്. പക്ഷെ എനിക്ക് കയറാൻ പറ്റില്ലെങ്കിൽ ഒന്നും കാണിച്ചു തരാൻ പറ്റില്ല. ഞാൻ എങ്ങനെ കയറും എൻ്റെ മുകളിലോട്ട്? എടാ ഞാൻ എങ്ങനെ ഒന്ന് കയറാൻ സഹായിക്കും മച്ചാമാരാണെങ്കിലും. അവിടെ നീ എന്തിനു കാണിക്കണം മച്ചി ഇതിനിടയിൽ? മച്ചാമാരെ, എനിക്ക് ആദ്യം ഒരു കാര്യം വേണ്ട. ഈ ലോട്ട ഇതെന്ത് കഷ്ടമാണ്. എനിക്ക് ഓൾറെഡി വെളിച്ചം ഇല്ലാത്തൊരു കഷ്ടപ്പെട്ട പരിപാടി കൂത്തത്. അവിടെ ഇവിടുന്ന് ഒരു ഫോട്ടോ എടുക്കാം കേട്ടോ. അവിടെ ഇവിടെ വന്നിട്ട് ഓർമ്മ ഉണ്ടോ ഗൈസ്? നമ്മളിവിടെ ഹിഡൻ പ്ലേസ് വന്നിട്ടുണ്ട് കേട്ടോ. താഴ്ട്ടം കേട്ടോ. താഴ്ട്ടല്ല, അങ്ങോട്ട് പോകുമ്പോൾ ഹിഡൻ പ്ലേസ് എന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു നല്ല ഇതാണ് മനസ്സിലായില്ലേ? അങ്ങനെ എടാ നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? നിങ്ങൾ ഇങ്ങോട്ട് ഇറക്കല്ലേ? ഞാൻ അറിയാതെ വീണ് പോയതാണ്. നിങ്ങളെന്തൊരു ഇറക്കണം ഇങ്ങോട്ട് വണ്ടി? നിങ്ങൾക്കത് ബുദ്ധിയില്ലേ? നിങ്ങൾക്ക് പിന്നെ നടക്കുമായിരുന്നു. എന്തായാലും നോക്കാം വാ. ഞാൻ എങ്ങനെയും ഒന്ന് ഇവിടെ നിന്ന് കയറാൻ നോക്കുമ്പോൾ നിങ്ങളെല്ലാം കൂടെ വണ്ടി ഓടി ഇങ്ങോട്ട് ഇറക്കണ. നിങ്ങളെന്താ മുത്തേ സീരിയസ്ലി? എന്തായാലും നോക്കാം. അയ്യോ താഴെ കുഴി കാണാ. മിക്കവാറും എനിക്ക് ആ റോഡിൻ്റെ ചിഹ്നത്തിൽ ഞെക്കേണ്ടി വരും കേട്ടോ. ഞാൻ മാക്സിമം ആ റോഡിൻ്റെ ചിഹ്നത്തിൽ ഞെക്കാതെ എങ്ങനെ നല്ല രീതിയിൽ പോകാമെന്ന രീതിയിലാണെങ്കിൽ നോക്കണം. സത്യം പറയല്ലേ ഗൈസ്? സത്യം പറഞ്ഞാൽ അതാണ് എൻ്റെ ഒരു ഐഡിയ. പക്ഷേ നടക്കുക എന്തോ കേട്ടോ സത്യമായിട്ടും. അവിടെ മനയ്ക്ക് അന്തരീക്ഷത്തിലൊക്കെ നിൽക്കണത് എന്തോ നടക്കണം. ഇങ്ങോട്ട് കയറാൻ പറ്റൂടാ? ഇല്ലടാ, ഞാൻ വീഴും കേട്ടാ. ഞാൻ മിക്കവാറും വീഴും കേട്ടാ ഗൈസ്. ഞാൻ വീണ് കയറാൻ പറ്റണേ. ഹൈപ്പ് കയറി എങ്ങോട്ട് ഇത്? സൂയി മുത്തേ. സീരിയസ്ലി കണ്ടല്ല നമ്മളെന്ത് കുഴി പോയി വേൾഡൻ്റെ അടിച്ച് ഒട്ടയടിക്കുന്നു വിചാരിച്ചാൽ മുത്തേ? സീരിയസ്ലി മുത്തേ മുത്തന്നെ സീരിയസ്ലി നമ്മളൊന്നും അങ്ങനെ വീഴില്ല. അതായത് അവിടെ കൂടെ ഇവിടെ ഏവനടക്കണം. ഇവിടെ ഒരുത്തൻ കുഴി പോയിട്ടുണ്ടേ. എടാ ഇനി എനിക്കൊരു മെയിൻ പ്രശ്നം വെച്ചാൽ എനിക്ക് നടക്കണം. മനസ്സിലായി? എൻ്റെ വണ്ടി അവിടെ പോയില്ലേ? എടാ ഞാൻ നടന്നങ്ങ് എത്താൻ കുറച്ച് സമയം എടുക്കും. ലൊട്ട പറയല്ലോ ഒത്തിരി അവിടെ പോകേണ്ട. ഇതാണ് വഴി. ഇതാണ് നമ്മൾ ബസ്സല്ല ഏതൊരു വണ്ടി എടുത്തോണ്ട് ഇതുവഴി വന്നിട്ടുണ്ട്. പൊട്ട്
എടാ ലൊട്ടെ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് നോക്ക്. ഇതപ്പോൾ അയച്ചപ്പോഴാണ് എന്തിനാ നോക്കട്ടെ വരാൻ പറ്റാത്ത റീസൺ അതിൽ പറഞ്ഞിട്ടുണ്ട്. എടാ മച്ചാ നമുക്ക് അറിയാം എന്തിനാണ് റീസൺ എന്ന്. എടാ ചെറുക്കൻ റുബക്സിന് വരാൻ പറ്റാത്ത റീസൺ എന്താണെന്ന് ഞാൻ പറയട്ടെ ഗൈസ്. അതെനിക്ക് പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുക്കന് 2 ദിവസം ഒരു ബോർഡ് എക്സാം ആയിരുന്നു. അതുകൊണ്ട് അതിൻ്റെ എന്തിനാണ് എടാ പഠിക്കണ്ടേ. ഒരു 23 മണിക്കൂർ ഇന്ന് പഠിച്ച് പഠിപ്പില്ലാത്തതുകൊണ്ട് 23 മണിക്കൂർ ഇന്ന് പഠിച്ച് അതുകൊണ്ട് ഒത്തിരി വരാൻ പറ്റിയില്ല. മനസ്സിലായി. പിന്നെ 1 മണിക്കൂറെങ്കിലും മനുഷ്യൻ ഉറങ്ങണ്ടേ. മനുഷ്യനല്ലേ മുത്തേ. അതാണ് സംഭവം മുത്തേ. എടാ അതെനിക്ക് മനസ്സിലാവും മച്ചാ. നീ പറഞ്ഞാലില്ലെങ്കിൽ നീ മനസ്സിലാവും. സീരിയസ്ലി വെച്ച് അണ്ടർസ്റ്റാൻഡ് മുത്തേ. അണ്ടർസ്റ്റാൻഡ് സീരിയസ്ലി. ഞാൻ ഇപ്പോഴാണ് ചാറ്റ് കണ്ടത്, ഇപ്പോഴാണ് നോക്കിയത്. അതാണ് എന്തായാലും ഓടിക്കൊണ്ടിരിക്കാം. ലൊട്ട നേരല്ലേ സീരിയസ്ലി. മുത്തേ 26 സീരിയസ്ലി വെച്ച് സീരിയസ്ലി 26 ഗുരു സീരിയസ്ലി ഗുരു. എടാ ഓടടാ ഒന്ന്. നീ ഒന്ന് ഓട്. അറിഞ്ഞോട് മനസ്സറിഞ്ഞൊന്ന് ഓട്. നീ ഒന്ന് ഓട് പ്ലീസ് ഓട്. നീ ഓട്. ബുജി റീസൺ അത് തന്നെ. ബുജി റീസൺ അത് തന്നെ. എടാ നീ ഇത് അടിക്കേണ്ട. ഞാൻ കയറൂല മച്ചാ. നമ്മൾ വേറെ വണ്ടിയിൽ നിന്ന് കയറിയ പിന്നെ അവസാനം വേറെ കാട്ടിൽ ചെന്ന് കയറി കൊടുത്താലേ തൽക്കാലം ഏതാണ് ഞാൻ കയറാത്ത. അല്ലെ വേറെ ഒന്നും കൊണ്ടല്ലേ മച്ചാ. കയറണോ ഗൈസ്? ഇവൻ കൊണ്ട് കുഴി കളയില്ല. അങ്ങനെയൊന്നും ഇല്ല. അതൊക്കെ എന്ത് അങ്ങനെയൊന്നുമല്ല. കയറി വെക്കട്ടെ. ഒരു വെട്ടം ചാടി കറങ്ങും വേൾഡിൻ്റെ അടിക്കുന്നൊരു പേടിയുള്ളൂ ഇനി സത്യം പറഞ്ഞാൽ. എന്തായാലും നോക്കാം. മച്ചി നീറ്റി അങ്ങോട്ട് വിട്ടോ കേട്ടോ. ഇത് തന്നെ ചെറുക്ക പിന്നാലൊന്ന് ഹോൺ അടിക്കാൻ പിന്നെ നമ്മളെന്തായാലും മനസ്സിലായില്ലേ. നമ്മൾ സബ്സ്ക്രൈബർ തന്നെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ചെറുക്ക നമ്മളെ കൊണ്ട് കുഴിയിലൊന്നും കളയൂല. ഇടത്ത് നേരെ വെക്കണം. നേരെ ഇങ്ങോട്ട്. അയ്യടാ എന്തൊരു സംഭവിച്ചിപ്പം. ഒരു നിമിഷം ഞാൻ എൻ്റെ മനസ്സ് വരണ്ടോയി സീരിയസ്ലി. അത് ഗെയിമിൻ്റെ പ്രശ്നമാണ്. അവനെ കുറ്റം പറയത്തില്ല. എടാ വച്ചാൽ മതി. ഇവിടെ അയ്യോ ഇതാണ് ഞാൻ കയറാതിരുന്നത്. മനസ്സിലായല്ല ഇപ്പം? കാരണം എന്താണെന്ന് മനസ്സിലായില്ല ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലായല്ല? ഇതിപ്പോൾ അവനെ കുറ്റം പറയത്തില്ല. കുറ്റം പറയേണ്ട ഒരാളുണ്ട്. ഒലാസ് സീരിയസ്ലി ബ്രോ. ബ്രോ സീരിയസ്ലി നമ്മൾ ഇങ്ങായിപ്പോടാ. എടാ കുഴപ്പമില്ല. അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ എന്ന് വെച്ചാൽ നമ്മളിന്ന് വണ്ടിയായിട്ട് പോയിട്ട് എൻ്റെ താഴോട്ട് മറ്റേ മലയുടെ താഴോട്ട് ഇറങ്ങി. മനസ്സിലായില്ല? അതാണ് സ്ഥലം. വേണേൽ തിരിച്ച് പോകുമ്പോൾ വേണേൽ കാണിച്ചു നിങ്ങൾ പറഞ്ഞു. മനസ്സിലായില്ല? ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഇനി ഇത്തിരി ഇങ്ങോട്ട് മാറട്ടെ. ഞാൻ വണ്ടി പോയി കഴുകിയിട്ട് വരാം ഗൈസ്. സത്യം പറയാല്ല എൻ്റെ വണ്ടിയുടെ അവസ്ഥ നിങ്ങൾ കണ്ടല്ല ഗൈസ്. അണ്ണൻ്റെ വണ്ടിയുടെ സീരിയസ്ലി യു നോ ഗൈസ്. സീരിയസ്ലി ഇവിടെ എവിടെയായിട്ട് വേണ്ട. ഞാൻ കഴുകിയിട്ട് വരട്ടാ. നമ്മളെ വണ്ടീനല്ലേ കളിയാക്കണ പോലെ ആയിപ്പോവും. എന്നാലും അവിടെ കഴുകിയിട്ടും കാര്യം ട്രെയിൻ നല്ല രീതിയിൽ അഴുക്കാനുള്ള വകുപ്പുണ്ട് ഇതിൻ്റെ അകത്ത്. ഇനി നമ്മൾ പോണ സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പം ഇനിയാണ് സ്ഥലം. ഫിനാലെ ബ്രോ. സീരിയസ്ലി എൻ്റെ ഗെയിം എൻ്റെ സ്ഥലമാണ് മൊത്തം. നമ്മളെ ട്രെയിനിൻ്റെ അവിടെ പോകണം. പിന്നെ പാലത്തിന് അങ്ങോട്ട് പോകണം. ആദ്യം ട്രെയിൻ കാണാൻ പോയാലാ അല്ലേ മലയുടെ മുകളിൽ നിന്നും കാണാൻ പറ്റൂ? അതെനിക്ക് അറിഞ്ഞൂടാ മുത്തേ. വലിയ തട്ടം തട്ടിയില്ലേ? ലൊട്ട പറയല്ലേ? കുറച്ച് ലൊട്ടയോളി കല്ലുകൾ അവിടെ കിടപ്പുണ്ട്. അതിൻ്റെ കുഴപ്പമേ ഉള്ളൂ. അല്ല വേറെ വലിയ സീനൊന്നായിട്ടില്ലേ? വല്ലതൊന്നും ആയിട്ടില്ലേ? ഇപ്പൊ കയറി എങ്ങോട്ടിത്? കാറ് കഴിവാനിത് സീരിയസ്ലി. ബസ് മീറ്റപ്പ് പിന്നെ സീരിയസ്ലി അതൊക്കെ വലിയ കാര്യങ്ങൾ. പിന്നെ ഇവിടെ വലിയ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചെറിയ കാര്യങ്ങളാണ് നിൽക്കുന്നത്. അത് പിന്നെ ഇതിലെ ട്രെയിൻ അത് പോകുന്ന ട്രെയിൻ ജസ്റ്റ് കാണാൻ പോകണം. നമ്മൾ ട്രെയിനെ പിടിച്ചു നിർത്താൻ പോകണമെന്നില്ല. നമ്മളൊന്ന് പിടിച്ചു നിർത്താൻ പോയി അത്യാവശ്യം ട്രെയിനൊക്കെ ഒന്ന് വിറച്ച് നമ്മൾ അത് കണ്ടവർക്കറിയാം. നമ്മൾ ലൊട്ട തള്ളണ എല്ലാവർക്കും അറിയാം. നമ്മൾ ട്രെയിനിൻ്റെ ബോഗിയൊക്കെ അനക്കിയായിരുന്നു കൊണ്ട് പിടിച്ച് നിർത്തി. മനസ്സിലായില്ലേ? ബസ്സൊക്കെ കൊണ്ട് നിർത്തിയായിരുന്നു. നമ്മൾ ട്രെയിനെ ശല്യം ചെയ്യാൻ പോകണില്ല. നമ്മൾ ഒരു ട്രെയിൻ ജസ്റ്റ് ഒന്ന് കാണാൻ പോകണം. ട്രെയിൻ ഒന്ന് പോകണത് കാണാൻ പോകണം. മനസ്സിലായില്ലേ? ചെറിയ പരിപാടി ഇത്രയേ ഉള്ളൂ. അതിനുശേഷം അവിടെ ഒരു മലയുണ്ട്. അവിടെ കയറണം. ട്രെയിനിൻ്റെ താഴോട്ടുള്ള പാലം ഉണ്ടല്ലേ, പാളം. അതിൻ്റെ താഴെ ഹിഡൻ പ്ലേസ് ഉണ്ട്. അങ്ങോട്ട് നമ്മൾ പോയിട്ടുള്ള അവിടെ കയറണം. മനസ്സിലായില്ലേ ഗൈസ്? സീരിയസ്ലി അത് അത്രയേ ഉള്ളടാ. വലിയ പരിപാടി ഒന്നുമില്ല. വാ. അതിന് ഗുണാക്കേ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഹിഡൻ മലയുടെ മുകളിൽ അത് ഇത്തിരി പാടാണ്. അവിടെ കയറാൻ തന്നെ ഇത്തിരി മെനക്കേടാണ്. കയറിയ വൈബുമാണ് സത്യം പറയാല്ലേ. പറപ്പിക്കാം പാപ്പാ. ഉയ്യോ മുത്തേ ഇത്രയും ഇടിച്ച് എൻജിൻ ഡാമേജ്. ഡിസീസ് മീ ബ്രൂ. സീരിയസ്ലി എൻജിൻ ഡാമേജ് ആയില്ല. അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? എന്തൊരു മത്തങ്ങയൊക്കെ അവിടെ വയ്ക്കണം. സീരിയസ്ലി മത്തങ്ങയൊക്കെ. എടാ വഴി മാറിപ്പോ. തിരിച്ചല്ലേ വരണ്ട.
എടാ നമുക്ക് എല്ലാം കഴിഞ്ഞ് ഹോട്ടലിൽ തന്നെ തിരിച്ച് കയറാം. ഓ അതാണ് ഏറ്റവും റിയൽ ബെസ്റ്റ് എൻഡ്. അത് തന്നെ ഹോട്ടലിൽ തന്നെ നമ്മൾ തുടങ്ങി ഹോട്ടലിൽ തന്നെ അവസാനിപ്പിക്കുമ്പോൾ അത് ഓക്കെയാണ്. ബെസ്റ്റ് എൻഡ് ബ്രോ സീരിയസ്ലി. എടാ ട്രെയിൻ സ്ഥലം എവിടെയാണ്? ട്രെയിൻ അപ്പുറത്തല്ലേ? ഓക്കെ ഞാൻ കുറച്ച് ഇങ്ങോട്ട് അധികമായിട്ട് കയറി വന്നു സീരിയസ്ലി, ഞാൻ ഓർത്തില്ല. എടാ കൂടെ വരാൻ ഉള്ളവന്മാരെല്ലാം വന്നു കേട്ടോ. വണ്ടി ഇവിടെ ഒതുക്കിടാം. എടാ നിങ്ങൾ പാലത്തിൽ കൊണ്ട് വണ്ടി ലൊട്ട കാണിക്കാൻ നിൽക്കല്ലേ മുത്തേ സീരിയസ്ലി? ട്രെയിൻ പോയെന്നാ? ഇവിടെ ട്രെയിൻ പോയാ? ലൊട്ട മുത്തേ സീരിയസ്ലി നമ്മ അറിഞ്ഞില്ലല്ല. ഇനി ഒരു ടൈം എടുക്കും ട്രെയിൻ വരാൻ ഇനി. ട്രെയിൻ പോയാ ഗൈസ്? ട്രെയിൻ പോയി ബ്രോ എന്നാ? ഷേടാ മച്ചി നമ്മൾ ശ്രദ്ധിച്ചില്ല. ട്രെയിൻ ഇപ്പം പോയി. എടാ ഇനി അടുത്ത ട്രെയിൻ ഇപ്പം ടൈം എടുക്കൂ. എടാ നെക്സ്റ്റ് ട്രെയിൻ ടൈം അറിയാമോ ഗൈസ് സീരിയസ്ലി? അതൊക്കെ എന്താ ഇപ്പോൾ അവിടെ കൊടുന്ന് പോയത്? എന്താണ് അവൻ്റെ വണ്ടി പോയ പോക്കണ്ട. ഞാൻ എന്തൊരു വണ്ടി പോയാലോ തോന്നി നോക്കിയപ്പോൾ എൻ്റെ വണ്ടിയാണ് പോയത്. ഇതെന്തൊരു സാധനം അവിടെ കൂടെ ഇഴഞ്ഞു പോണത്? ഇടത്തേക്ക് എന്തിനു പോത്തേ അത്? എന്തൊരു ഒരു പുതിയ സാധനം കേട്ടോ അവിടെ കൂടെ ഇഴഞ്ഞു പോകണം സീരിയസ്ലി മച്ചി. എടാ സത്യമായിട്ട് ഒലാസത്തെ ഗ്രാഫിക്സ് കുറയ്ക്കല്ല. അപ്പോൾ അതിലെന്തരോ ലൊട്ട ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് എന്തരോ ലൊട്ട അടിച്ചിട്ടുണ്ട്. എന്തായാലും നോക്കാം. ട്രെയിൻ കണ്ടിട്ട് നമ്മളെന്തായാലും പോകണുള്ളൂ ഗൈസ് സീരിയസ്ലി. ട്രെയിൻ അത്യാവശ്യം അങ്ങനെ അതിന് ട്രെയിൻ വരൂല്ലെങ്കിൽ ഇത് പറയില്ലേ ഗൈസ്, ഒരു അറിയാമല്ല. എന്തായാലും നമ്മൾ മാക്സിമം കുറേ കൂടെ നിൽക്കാം. അതിനുശേഷം മറ്റേ പരിപാടിയൊക്കെ ഉണ്ട്, നല്ല പരിപാടിയുണ്ട്. കാർ വാഷ് അടിക്കാൻ പോയപ്പോൾ സൈഡിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു എന്നാ. എടാ മച്ചാ ഞാൻ ശ്രദ്ധിച്ചില്ലടാ, ഇല്ലെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നേനെ. കുഴപ്പമില്ല. കുഴപ്പമില്ല മുത്തേ, എന്തായാലും നമുക്ക് നോക്കാം. ടൈം വരുമായിരിക്കും, വരാതെ ഒന്നും ഇരിക്കില്ല. നമുക്ക് കുറച്ച് ഇങ്ങോട്ട് മാറി നിൽക്കാം. ട്രെയിൻ വരുമ്പോൾ കാണാം. അത് തന്നെ മുത്തേ, അത് തന്നെ. അതിനുശേഷം പാളത്തിന് ഇങ്ങോട്ട് പോകാണ്ട് വേണേ അത് കഴിഞ്ഞിട്ട് വന്നാലും മതിയാ. ഇതെന്തിരി സംഭവം ഇപ്പം? ഇത് വേറാ അന്തേപ്പം നടന്ന ഞാനിപ്പോൾ വരാം നെറ്റ്ഫോക്സ് ബ്രോ. നോക്കടാ ബ്രോ. ഓക്കെ. എടാ ചാറ്റൊക്കെ ശ്രദ്ധിക്കാം. ഇവിടെ വലിയ കാര്യങ്ങൾ നോക്കട്ടെ. ഇവിടെ ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടതില്ല. ഒരൊറ്റ റൂമാണ് നമ്മൾ ഇത്രയും നേരം 1.5 മണിക്കൂർ മുത്തേ സീരീസിൽ ഒരൊറ്റ റൂമിൽ ഒരൊറ്റ സ്ഥലം മാത്രം ഫുൾ ആൻഡ് ഫുള്ളി ട്രിപ്പ് അടിച്ചാണ്. മനസ്സിലായില്ലേ ഗൈസ്? ലോങ്ങാസ്റ്റ് ട്രിപ്പ് ബ്രോ സീരിയസ്ലി പറയാമല്ലോ. മെസ്സി ജേഴ്സി ഇട്ട് വന്നിട്ടുണ്ട് പ്ലെയർന്നാ. എടാ മുത്തേ മെസ്സി ജേഴ്സി എന്തൊരു ജേഴ്സി ഇട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഒന്നാണ്ടുള്ളിൽ സൂയി ഗൈസ് മുത്തേ സീരിയസ്ലി. ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. ഇത് എന്തോന്ന് കഷ്ടം. എടാ നിങ്ങൾ വണ്ടിയിൽ നിന്ന് കൊണ്ട് ഇതിൻ്റെ അകത്ത് കയറ്റണമെന്ന് ഞാൻ പറയില്ല കേട്ടോ ഗൈസ്. ഞാനായിട്ട് എന്തായാലും ട്രെയിനെ തടഞ്ഞു നിർത്താനും നോക്കണില്ല. മനസ്സിലായില്ല? നമ്മളിതിൽ ഇടപെടണമല്ലോ. ബാക്കി നിങ്ങളായില്ല. നിങ്ങൾ എന്താ ചെയ്തോ അതിന്. നമ്മളായിട്ട് ഇപ്പോൾ തൽക്കാലം ട്രെയിൻ നിർത്താൻ വേണ്ടി നോക്കണില്ല. നമ്മൾ ട്രെയിൻ കാണാൻ വന്ന ആളാണ്. മനസ്സിലായില്ലേ ഗൈസ്? സീരിയസ്ലി കാണാൻ വന്ന വ്യക്തിയാണ്. മനസ്സിലായി? എന്തായാലും നോക്കാം. ഇവിടെ നിൽക്കുക. എടാ തള്ളലേടാ, നിങ്ങൾ തള്ളണം. ഞാൻ സീരിയസ്ലി നിങ്ങൾ തള്ളണം. ട്രെയിൻ വരണേ വന്നിട്ട്. ട്രെയിൻ വരട്ട്. ബ്രോ 1 day 1 player മാത്രമേ ട്രെയിൻ കാണത്തുള്ളൂ. എനിക്കിപ്പോൾ ട്രെയിൻ വന്നു എന്നാ. മച്ചി സീരിയസ്ലി. എടാ കുഴപ്പമില്ല, എനിക്ക് കാണാൻ പറ്റുമല്ലേ. അപ്പോൾ 1 playerന് ഒരു തവണ കാണാൻ പറ്റില്ല മച്ചാ. അപ്പോൾ എനിക്ക് എന്തായാലും കാണാൻ പറ്റൂലേ. അപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്ന ഒരു സമയം വരുമല്ല. എന്തായാലും നോക്കാം. എടി ഉമ്മാരെല്ലാം ട്രെയിൻ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടി ചെയ്യണം എനിക്ക് തോന്നണം കേട്ടോ സീരിയസ്ലി. ബ്രോ അറിയാമോ എന്നെ? എൻ്റെ പേര് കണ്ടാൽ ഞാൻ പറയാം. ഇതിൻ്റെ മൊട്ടത്തിലാണെച്ചാൽ എനിക്കിതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല. സിദാനാണ് അല്ല മുടിയില്ലാത്ത ചോദിച്ചാണ്. അല്ലല്ല അവനായിരിക്കൂല. പേര് ഞാൻ നോക്കട്ടെ. ഓഫൊക്കെ ഇട്ടേക്കണം. സോറിടാ, ഞാനൊരു ഓഫൊക്കെ ഇട്ട് നോക്കട്ടെ വെച്ചാ. ബോബി ബിന്നി ബ്രദർ. അറിയാം. അങ്ങനെ പറയണ്ടേ? പേര് പറഞ്ഞിട്ടാ വെച്ചാൽ അതാണ്. ഓക്കെ. അടേ ഉമാരെല്ലാം കൂടെ ട്രെയിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടുള്ള ഇതിലാണ് നിൽക്കണം കേട്ടോ സീരിയസ്ലി. എന്തായാലും നോക്കാം. ബ്രോ എന്നെ അറിയാം. അറിയാം. ഞാൻ പറഞ്ഞു. നീ ലൈവ് ആണോ പറഞ്ഞു അറിയണം നിന്നെ. ഞാൻ പറഞ്ഞില്ലേ ബോബി ബിന്നി നിന്നെ അറിയാം. നീ നമ്മളെ ചാറ്റിൽ വന്ന പയ്യനല്ലേ. എനിക്ക് അറിയണം വെച്ചത് തന്നെ സീരിയസ്ലി മച്ചി. ട്രെയിൻ നോക്കട്ടെ. ശ്രദ്ധ തിരിഞ്ഞ അവസാനം ട്രെയിൻ പോയാൽ പിന്നെ വീണ്ടും ഒരുപാട് നേരം കാത്തിക്കാനൊന്നും പറ്റില്ല കേട്ടല്ലോ. മനസ്സിലായല്ലോ കേസ്? ഇതാരി എടാ എന്താടാ കാറിന് ഡിപ്രഷനായ? ഒറ്റയ്ക്ക് പോയിക്കാണ്. എടാ എഞ്ചിന് ഡിപ്രഷനായി കേട്ടോ ഗൈസ്. എഞ്ചിന് ഡിപ്രഷനായി. അതുകൊണ്ട് വണ്ടിയും കൊണ്ട് താനെ അങ്ങ് പോയി നിൽക്കുകയാണ്. എന്താടാ മുത്തേ ഇത് സീരിയസ്ലി മച്ചി. എടാ ഓക്കെ ഇത്തിരി ഇങ്ങോട്ട് മാറി എന്നാലാ. അവിടെ തള്ളിക്കൊണ്ട് പോലെ ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് കാണാൻ വന്നെയാണ്. ഇതാക്കല്ലേ.
എന്തായാലും നോക്കാം. തിരിങ്ങാട്ടോ ഒന്നിക്കാം. എടാ 6 കുല്ലൊക്കെ അടിച്ചാടി കൊടുത്ത് ട്രൈ പറഞ്ഞാടാ ഗൈസ്. എടാ നിങ്ങൾ ലൈവ് ആണെന്നവർക്ക് അറിയാം, പെട്ടെന്ന് വരുവാണെങ്കിൽ പറഞ്ഞാടാ ഗൈസ്. സീരിയസ്ലി എടാ വരണില്ലടാ, നമ്മളെ മൊണ്ടി അടുപ്പിക്കുക ഗൈസ്. സീരിയസ്ലി എടാ ഇത് എന്നെ ലൊട്ട പറയല്ലേ ഗൈസ്. ഇവിടെ എടാ അത് ഒലകാസിൻ്റെ അടുത്ത് പറഞ്ഞ ഗൈസ്. ഒലകാസ് മനഃപൂർവ്വം വൈകിപ്പിച്ച അത് പിന്നെ നമ്മളെ പറഞ്ഞ അതെന്ത് ലൊട്ട പരിപാടി ഗൈസ്. ഒലഹാസ് ഇതാക്കിയാൽ നമ്മളെ പറയില്ലടാ ഗൈസ്. സീരിയസ്ലി ഗൈസ്. സീരിയസ്ലി അത് പിന്നെ നമ്മളെ പറയില്ലേ ഗൈസ്. സീരിയസ്ലി ട്രെയിൻ വരണേ. ചുക പോകാ ചുക എടാ മറ്റേ സാധനം മറ്റില്ല ചുക എന്ന് പറഞ്ഞ വരില്ലേ സാധനം. വരണ്ടാ മുത്തേ ഭായി. എടാ ആള് വരണുണ്ടേ. സീരിയസ്ലി മുത്തേ ട്രെയിൻ വരണുണ്ട്. എടാ മാറാ എന്നിട്ട് പോവാൻ നിൽക്കി സ്ഥലം തരില്ല ഇവിടെ നിന്നും. ഇത് ചുക പോകാ. എടാ വന്നേ വരുവാണേ. ട്രെയിൻ വരണേ മുത്തേ. ട്രെയിൻ വല്ല അനക്കൊന്നും ഉണ്ടായില്ലല്ലോ ഗൈസ്. ഇല്ലല്ല. ഓ അവൻ്റെ വണ്ടി എടാ അവൻ്റെ വണ്ടി അവൻ മാറ്റിയാണാ അതാ വണ്ടി ഇടിച്ച് പോയാണ് അല്ല മാറ്റിയായിരിക്കും. ഓക്കെ ഗൈസ്. എടാ അപരാധി ഡ്രോണേ നീ പോടാൻ ലോട്ടെ, നീ നശിച്ചു പോ ലൊട്ടയോളി. ഇതെന്തരാണ് ആ ലൊട്ട അവിടെ സ്റ്റക്ക് ആയിരിക്കുന്നത്. 30 ഇടാണ്ട് മുത്തേ നോക്കണം വെച്ചാ. എടാ മുത്തേ എല്ലാവരും ട്രെയിൻ കണ്ടിട്ടുണ്ടല്ലേ മുത്തേ. നമ്മൾ ട്രെയിനെ കാണാമെന്ന് ട്രെയിനെ കണ്ടിട്ടുണ്ട്. അന്നായിരുന്നു നൈസ്. നമ്മളെല്ലാവരും കൂടെ വണ്ടി കൊണ്ട് ബസ് കൊണ്ടിട്ട് തടയാൻ നോക്കി. എൻ്റെ ബോഗിയാണെങ്കിൽ മനസ്സിലായില്ലേ, അതിൻ്റെ ബോഗി വേണ്ട അണ്ണ അവൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. എടാ എന്ത് മുത്ത ഇത്ര നേരം നീ ഉറങ്ങിപ്പോയാടാ മച്ചി. സീരിയസ്ലി ഒലകാസ് ബ്രോ വൈ സീരിയസ്ലി. എടാ ഇനി നമ്മൾ അടുത്ത പരിപാടി ഉണ്ട്. എല്ലാവരും വന്നോ, നമുക്ക് പാളത്തിൽ കയറ്റി അങ്ങറ്റം വരെ പോകണം. അങ്ങറ്റം പോയിട്ട് ഇതിൻ്റെ താഴേക്കണം. അതിനുശേഷം ഈ മല കയറണം. ഇനിയും കുറച്ച് സത്യം പറഞ്ഞാൽ കുറച്ച് നല്ല ടൈം എടുക്കും, മനസ്സിലായില്ലേ. അതിനുശേഷം ഏറ്റവും എൻഡിൽ, അതായത് ഈ ട്രിപ്പ് എൻഡാണ് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ തുടങ്ങി എവിടെ വെച്ചാണ് ഒരു ചായ കുടിച്ചില്ല കടൽ അവിടെ പോയിട്ട് നിന്നാണ് തുടങ്ങിയത്. അതുപോലെ തന്നെ കടൽ അവിടെ പോയി തന്നെ അവസാനിപ്പിക്കുകയും ചെയ്യും ഈ ട്രിപ്പ്. അതിനാൽ നല്ല ടൈം എടുക്കും. ഓക്കെ, ഇത് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കുറേ പാർട്ടായിട്ടായിരിക്കും വരണം കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും പറ്റണ പോലെ കണ്ട് സപ്പോർട്ടൊക്കെ അത്രയും സന്തോഷം കേട്ടോ വെച്ചാൽ. ഞാൻ പാർട്ട് 1, 2, 3 പറഞ്ഞിടാം. ഹൈപ്പ് കയറി എങ്ങോട്ടിത്. സീരിയസ്ലി മൊത്തം എങ്ങോട്ടേ പോകണ്ട, അത്രേ ഉള്ളൂ. സീരിയസ്ലി എടാ എന്തിനു കാണിക്കണേ നീ? ഇത് പാളത്തിന് ഇടിക്കാൻ പോണടാ നീ. ഇടാ പാളത്തിന് ഞെക്കി ഇടിച്ചോണ്ടിരിക്കണം. സീരിയസ്ലി എന്ത് വയ്യണ വെച്ചാൽ. സീരിയസ്ലി എന്തിനു കാണിക്കണ്ടാ. സീരിയസ്ലി സൗണ്ട് ഉണ്ടല്ല, സൗണ്ട് സെറ്റല്ലേ കൈ. സീരിയസ്ലി സൗണ്ടാ പിന്നെ സെറ്റല്ലാതിരിക്കുക കൈ. സീരിയസ്ലി എടാ കുഴപ്പമില്ല, ഇങ്ങനെ പോവാം. കണ്ടടാ അവന്മാരെ സ്പീഡ് കണ്ട, നമ്മളെ ക്യാരറ്റിൻ്റെ സ്പീഡ് അവന്മാരെ സ്പീഡും കണ്ട കൈ. സീരിയസ്ലി മച്ചി സ്പീഡ് ഏറി എങ്ങോട്ടിത്. എന്തായാലും നോക്കാം. ആരോൺ ജോസഫ്, ഇവൻ്റെ വണ്ടിയിൽ നമ്മൾ ഇന്നലെ ഒരു ക്യാരവാനിൽ 3ാമത് കയറി. അവൻ്റെ ക്യാരവാനാണ് ഇന്നലെ മൊണ്ടി ട്രിപ്പ് അടിച്ചതിൽ ഒരു ക്യാരവാൻ അവൻ്റെയാണ്. സീരിയസ്ലി എന്തായാലും കൊള്ളാടാ, കുഴപ്പമില്ല. അത്യാവശ്യം അത്രയൊന്നും ആയില്ലടാ, അങ്ങനെ ഞാൻ പറയണ്ടേ. എടാ അങ്ങ് എത്തൂലടാ. എത്തൂലെന്നാ, എത്തിയിട്ടാണോ പറയണത്. സീരിയസ്ലി മച്ചി ഇനി താഴോട്ട് വാ. ഇപ്പൊ കേറി എങ്ങോട്ടിത്. ബ്രോ എന്നെ ഫ്രണ്ടാക്കാമോ? നറൂട്ടോ നീ എൻ്റെ ഫ്രണ്ട് അല്ലേടാ? കൊള്ളാലിതിപ്പം പുതിയ കഥ. അപ്പം നീ എൻ്റെ ഫ്രണ്ട് അല്ലേ ഇരുന്ന? എടാ എൻ്റെ ഫ്രണ്ട് അല്ലേ? FPS കൂട്ട് ബ്രോ എന്നാ. FPS കൂട്ടി ഇട്ടാലും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല വെച്ചാൽ. നമ്മൾ നോക്കിയിട്ടുള്ളതല്ലേ. അതിനി ഉള്ള ഗ്രാഫിക്സ് കൂടെ ഇടയ്ക്ക് കുറഞ്ഞു വേണമെങ്കിലേ ഉള്ളൂ. അല്ല അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒന്നും ഇല്ലടാ മച്ചാൽ. സീരിയസ്ലി ഉള്ള ആ കാര്യം പറയാമല്ലോ. എന്തായാലും മുന്നോട്ട് അത് തന്നെ മുന്നോട്ട് പായാം.
ഹൈപ്പ് കയറി കയറി ഇങ്ങോട്ടിത് നടയിലും പോട്ടത് തന്നെ. അവിടെ ഈവനിങ് കിട്ടാല, ഇവിടെ ഈവനിങ് ആണ് മുത്തേ വൈബ്. ഉള്ള ആരും പറയല്ല, ഇവിടെ ഈവനിങ് ഒരു വൈബാണ്, സത്യം പറയല്ലോ ഗൈസ്. അവിടെ എൻ്റെ മൈക്ക് ഓക്കെ ഓക്കെ അല്ലേ ഗൈസ്? സൗണ്ട് സീരിയസ്ലി ജാക്സ് പാരയ ഓക്കെ ആയിക്കോട്ടെ. ഇനി ആ മല നമുക്ക് കയറണം, ആ മല ഈ മലയും കയറണം. 2 മല ഉണ്ടല്ലേ, അങ്ങനെ ആദ്യം ഇത് കയറാം. ഇതെടുത്ത് കൂടെ എളുപ്പമാണ്, അതിന് അത് പോകാം. ഭയങ്കര മെനക്കേടാണ് ആ മല കയറാൻ, നല്ല ടൈം എടുക്കും അത് കയറാൻ, സത്യം പറയല്ല. ലോങ്ങസ്റ്റ് ടൈം എടുക്കും അത്, ലോങ്ങസ്റ്റ് ടൈം. എന്താടാ എല്ലാവരും കൂടെ ഒട്ടിപ്പ് ഇതായിട്ട് നിൽക്കണം, ഇത്തിരി ഗ്യാപ്പ് ഇട്ട് നിൽക്കണ മച്ചന്മാർ. ഇത് എന്തോന്നിത്? എടാ നിന്റെ ഡെയിലി മിഷൻ്റെ ലോട്ട പോടാ, ലോട്ട മിഷനെ. ഗെയിമർ റൈറ്റ് ക്യൂ മച്ചാ, പറ മച്ചാ എന്തല്ല, പറ ഗെയിമർ റൈറ്റ് ക്യൂ എന്തല്ല. അയ്യോ ഗെയിമർ റൈറ്റ് ക്യൂ എന്നല്ല. അപ്പർ സൈഡ് പോകണോടാ ഗൈസ്? അപ്പർ സൈഡ് പോകണമെന്നില്ലല്ലോ, ടൈം എടുക്കൂല ചുമ്മാ. എന്നാലും പോണേ പോകാം, കുഴപ്പമൊന്നുമില്ല. ആ ഫ്ലെക്സ് അവിടെ ഇറങ്ങിയിട്ടുണ്ടല്ലേ, നല്ല കാര്യം. ഇനി നീ ഞാൻ അതാണ് അവിടെ ഇറങ്ങാത്ത. അവിടെ ഇറങ്ങിയാൽ പിന്നെ കാറ് ഞെക്കിയാലേ പറ്റൂ, തിരിച്ച് കയറാൻ ഭയങ്കര പാടാണ്. പറ്റുമെന്ന് വെച്ചാൽ എനിക്ക് അത്ര ഉറപ്പില്ല, പക്ഷെ നമ്മൾ നോക്കിയിട്ട് പറ്റില്ല. ഹൈപ്പ് കയറി കയറി ഇങ്ങോട്ടിത്, കാറ് മറിഞ്ഞ് കിടക്കണല്ല. പോയി മുത്തേ ലൊട്ട പറയല്ലേ, ശ്രദ്ധ തിരിയുമ്പോൾ മനുഷ്യന്മാർക്ക് ശ്രദ്ധ തിരിഞ്ഞു പോകില്ലേ? മനുഷ്യനല്ലേ മുത്തേ, നമ്മളെ ചിറ്റി റോബോട്ടൊന്നല്ല ഒരേ ഇതിൽ നിൽക്കാൻ, ശ്രദ്ധ തിരിഞ്ഞു. അതുകൊണ്ട് ഇത്തിരി അങ്ങോട്ട് ഇതായിപ്പോയി വീണേ കേട്ടോ, ലൊട്ട ചെയ്യും മുത്തേ. ഞാൻ ഇനി വീണ്ടും അങ്ങോട്ട് പോയിട്ട് ആ മലയെ കയറിട്ട്, അതിൻ്റെ അപ്പുറം നമ്മൾ വന്നിട്ടുള്ളത്, ഇനി മലയെ കയറാം. അത് തന്നെ ലോട്ട. ഹേ എന്തായാലും പോവാം. നമ്മളാര് ഡോമ് സീരിയസ്ലി കൊലത്തൂക്കിൻ അഴിഞ്ഞാട്ടം. എടാ കേറി എടാ ഇറങ്ങടാ, ബുദ്ധിയില്ലാത്തവനെ ക്യാരക്ടറെ. നിനക്ക് നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങായിരുന്നു ചാടി ലൊട്ടെ, മണ്ടത്തരത്തിൻ്റെ ആശ ലൊട്ട. പൈപ്പ് കേറി ഇങ്ങോട്ടിത്. ഹേ ഫൈനാൽ എടാ പരാതി മോനെ മറ്റേ. എടാ കളിക്കല്ലേടാ പട്ടികൾ.